ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെ ഒരു കലഹം അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു സവിശേഷതയാണ്. അതിലൊന്നും ആർക്കും തമ്മിൽ തർക്കമില്ല. അതാത് കാലത്ത് ഉയർന്നു വരുന്ന കലഹങ്ങളും തർക്കങ്ങളും അതൃപ്തികളും മുറുമുറുപ്പും അതാത് കാലങ്ങളിൽ തന്നെ ചർച്ച ചെയ്തു പോകും. ഇവിടെ അതിനൊരു അവസരം നേതാക്കളായി തന്നെ സൃഷ്ടിച്ചു തരുന്നു. അതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു കലഹത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ആ ക്രെഡിറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നം നേതാക്കളുടെ ഉള്ളിലുണ്ട്. അത് നേതാക്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഒളിഞ്ഞും തെളിഞ്ഞും. അതല്ലേ നിലവിലെ പ്രശ്നം, നിലവിലെ യാഥാർത്ഥ്യം അതല്ലേ കോൺഗ്രസിനകത്ത്. അത് മാധ്യമപ്രവർത്തകരെയോ അവരുടെ ഒരു വാർത്തയോ വെച്ച് ലിമിറ്റ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരത്തെ, നമ്മൾ ഈ മുൻകാലങ്ങളിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനവും നേതാക്കളുടെ ശൈലിയുമല്ലല്ലോ ഈ കാലഘട്ടത്തിൽ, ഒരുപാട് മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കൾക്ക് ഓരോ വിശേഷണങ്ങൾക്ക് കൊടുക്കും. ഞാനിതിൽ നേരത്തെ ഗോവിന്ദൻ മാഷെ അതുപോലെ ഇതിൽ ഉൾപ്പെടുത്തിയത് RSSൻ്റെ കാര്യം സുധാകരനെ ന്യായീകരിക്കാനല്ല. ഗോവിന്ദൻ മാഷോട് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സത്യമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ച ഈ കാലഘട്ടത്തിലെ CPM നേതാവിൻ്റെ ഒരു ആർജവം കൂടിയാണെന്ന് കരുതിക്കോളൂ. ഒരു സത്യത്തെ തുറന്നു പറയാൻ മടിക്കാത്തൊരു ഘട്ടം എന്ന് തന്നെ കരുതിക്കോളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ കാലം മാറി. അപ്പം ജനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയം പഠിക്കേണ്ടി വരുന്നു, രാഷ്ട്രീയം അറിയുന്നു. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പഴയ ആ ഒരു വീഡിയോ എടുത്ത് പുറത്തിടും. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു പറഞ്ഞതല്ല എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്ന്. ഒരു ചാനൽ ലേഖകൻ അദ്ദേഹത്തെ വിളിക്കുന്നു, കൂട്ടത്തിൽ ചോദ്യം ചോദിക്കുന്നു. ഞാനിങ്ങനെ കുറെ തെരഞ്ഞെടുപ്പ് അന്ന് ആരും ക്യാപ്റ്റൻ എന്ന അതിലെന്താ വ്യത്യാസമുള്ളത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടല്ലേ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാലേ നിലപാടാണ്. മാധ്യമ സ്ഥാപനത്തോട് തന്നെ പറഞ്ഞല്ലേ, അദ്ദേഹം രഹസ്യമായി ആരോടും പറഞ്ഞതല്ല, ഓഫ് റെക്കോർഡായി പറഞ്ഞതല്ല. ഇത് ജനങ്ങൾ കേൾക്കുന്നു എന്ന ധാരണയോടെ രമേശ് ചെന്നിത്തല പറഞ്ഞതാ. സത്യമല്ലേ? അല്ല, ഒരു പത്രസമ്മേളനം നടത്തുക വെച്ചാൽ പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ ആ സമയത്തെ തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉത്തരമാണ് നൽകുക. ആ ഉത്തരത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. നൽകുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഉത്തരവാദിത്വമില്ലെന്നാണോ എൻ്റെ സംശയമാണ്. ശരത്തിൻ്റെ ചോദ്യത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ചോദ്യവും അതിൻ്റെ മുനിയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. നൽകിയ ഉത്തരത്തെ നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചോദ്യത്തിന് നൽകിയ ഉത്തരം എനിക്ക് ആരും അന്ന് ക്യാപ്റ്റൻ എന്ന വിശേഷണം നൽകി തന്നില്ല, അത് മാധ്യമങ്ങൾ ഇരട്ടത്താപ്പാണെന്ന് പറയുമ്പോൾ ഇന്ന് എന്തുകൊണ്ട് സതീശൻ അങ്ങനെ കൊടുക്കുന്നു എന്ന് രാഷ്ട്രീയത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്റെ കേൾവിയുടെ പ്രശ്നമാണോന്ന് അറിയില്ല. കേട്ടോ? പിന്നെ ആരുടെ ലാൽകുമാർ കേട്ടോ? പിന്നെ ആരുടെ ഇരട്ടത്താപ്പാ? അല്ല, ചോദ്യം ഞാൻ പറയാമല്ലോ. ഇപ്പൊ ക്ലിയർ ആയി. അല്ലല്ല, ഞാൻ പറയട്ടെ, തടസ്സപ്പെടുത്തല്ലേ പ്ലീസ്, തടസ്സപ്പെടുത്തല്ലേ പ്ലീസ്, ഞാൻ പറയട്ടെ. ആ ചാനലിലെ ആ ചാനലിലെ ഇന്നത്തെ ആ പത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞ രമേശ്. പത്രങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. എടുത്തു നോക്കിക്കോ, ഇന്ന് രാവിലെ അല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ആ ചോദ്യം മുഴുവൻ വീഡിയോയും കേൾപ്പിച്ചില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ചർച്ച ചെയ്യുന്നത് കൈരളി ചാനലിൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കാണിക്കണമെന്നില്ല, കുഴപ്പമില്ല, ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ ശരത്തെ, പറയട്ടെ, ഒന്ന് ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. രമേശ് ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ ഇരട്ടത്താപ്പനെ അല്ല, നിങ്ങളിൽ 3 പേരാണ്. ഞാൻ ഒരാൾ ഉത്തരമെങ്കിലും പറയട്ടെ. ചോദ്യം ചോദിച്ചോ. ഞാൻ പറയുന്നത് ഒരു ഉത്തരം ഞാൻ പറയട്ടെ. ഞാൻ ശ്രീകുമാർ, അതെ, ഞാൻ ശരത്തെ, ഞാൻ
അല്ലല്ല, ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു പത്രപ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസ് അനുകൂല പത്രത്തിലും കോൺഗ്രസ് വിമർശനമായ സമീപനെടുത്ത പത്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കോൺഗ്രസിലെ നേതാക്കളുടെ ആ ഒരു സ്വഭാവവും അവരുടെ ആ ഒരു വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുപോലെ അപ്പുറത്തുള്ള പാർട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇതൊക്കെ ആയിട്ടും നേരത്തെ ലാൽകുമാറിന് ഉത്തരം, ശരത്തിനും അതിൻ്റെ ജേക്കബ് ജോർജ് അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. ഇതൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊന്നുമല്ല ജനകീയ പ്രശ്നങ്ങളെന്നും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് UDF നേതാക്കളാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായി സർ. നമ്മൾ നിലമ്പൂരിലെ ജനവിധി വന്നപ്പോൾ മുതൽ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ്. യെസ്, നിലമ്പൂരിലെ ജനവിധിയെ തുടർന്ന് താങ്കൾ ഊന്നി പറയാൻ ശ്രമിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ആ രാഷ്ട്രീയ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അത് ചർച്ച ചെയ്യാനുള്ള അവസരമല്ല നേതാക്കൾ തന്നത്. നേതാക്കൾ തമ്മിലുള്ള ഈ സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് അവർ വെളിപ്പെടുത്തിയെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ അതല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ, അതല്ലേ ഈ നേതാക്കൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ ജേക്കബ് ജോർജ് ഒന്ന് ഇടപെട്ട് പറയാൻ വന്നൊരു പോയിന്റ് വരാം സാർ, വരാം. നിലമ്പൂരിലെ VD സതീശിൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള പെർഫോമൻസ്, അത് നമ്മുടെ അൻവർ എന്നൊരാൾ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത്. ആ അൻവറിനെ ആ നിലയിലെത്തിച്ചത്, ഇന്നത്തെ ഈ നിലയിലെത്തിച്ചത് VD സതീശൻ്റെ ഒരു കാർക്കശ്യ നിലപാട് കൊണ്ട് തന്നെയാണ്. അതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ആണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. അങ്ങനെയുള്ള അതിന് നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയ്ക്ക് VD സതീശനോട്, അദ്ദേഹത്തോട് അനുകൂലമായ ഒരു നിലപാടും ഒരു താരപരിവേഷവും കൊടുക്കാൻ കോൺഗ്രസിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ജേക്കബ് ജോർജ്. അതേ സമയത്ത് അങ്ങനൊരു വശമുണ്ട് എന്നിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ കൂടുമ്പോൾ അതിൽ പങ്കാളിയാകുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു മാധ്യമത്തോട് അങ്ങനെ പറയുന്നു. എൻ ശ്രീകുമാർ പറഞ്ഞ എന്താണ്, വാർത്താസമ്മേളനത്തിലാണെങ്കിൽ ഉള്ള ഒരു ഉത്തരവാദിത്വം ആ നിലയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു വിശദീകരണത്തിൽ ഇല്ല എന്ന് കരുതാമോ? അങ്ങനെ പറഞ്ഞാൽ കേരളം എങ്ങനെ ഇത് ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കാത്ത ആളല്ലല്ലോ രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതും ചർച്ച ചെയ്യേണ്ടതാണ്, എനിക്കിങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട് എന്നല്ലേ രമേശ് ചെന്നിത്തല അതിലൂടെ, അല്ലെങ്കിൽ VD സതീശനെ ക്യാപ്റ്റനായി അങ്ങനെ ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം നടന്നു വരുന്നു എന്നതിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നില്ലേ? അല്ല, ഇരട്ടത്താപ്പ് എന്നതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് പാർട്ടിക്കകത്ത് നടക്കുന്ന ചില ചർച്ചകൾ, ചില പ്രയോഗങ്ങൾ, അതൊക്കെ കണ്ടിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.